പാലക്കാട്ടെ ആർഎസ്എസ് പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ പ്രതിയായ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ കീഴടങ്ങി. 9-ാം പ്രതി വണ്ടൂർ സ്വദേശി ഇബ്രാഹിം മൗലവിയാണ് കോടതിയിൽ കീഴടങ്ങിയത്. കൊലപാതകത്തിന് ശേഷം ഒളിവിലായിരുന്നു ഇയാൾ. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. നമ്പ്യാർ 2022 നവംബർ 15-ന് പാലക്കാട് മമ്പറത്ത് വെച്ച് കൊല്ലപ്പെട്ട RSS തേനാരി മണ്ഡലം ഭൗതിക് പ്രമുഖായ സഞ്ജിത്തിന്റെ കൊലപാതകത്തിലാണ് ഇപ്പോൾ ഒരു പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ കൂടി കീഴടങ്ങിയിരിക്കുന്നത്. കേസിലെ 9-ാം പ്രതിയായ വണ്ടൂർ സ്വദേശി ഇബ്രാഹിം മൗലവിയാണ് കോടതിയിൽ കീഴടങ്ങിയത്. കൊലപാതകത്തിന് ശേഷം ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. നഗരത്തിലെ ശംഖുവാരത്തോട് ജുമാ മസ്ജിദിലെ ഉസ്താദാണ് ഈ പ്രതി. കോടതി 14 ദിവസത്തേക്ക് പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട ഒരാൾ കൂടി കീഴടങ്ങിയതോടെ കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം 23 ആയിരിക്കുകയാണ്. 24 പ്രതികളാണ് കേസിലുള്ളത്. ഇനി 8-ാം പ്രതിയായ നൗഫൽ കൂടിയാണ് പിടിയിലാവാനുള്ളത്. ഈ നൗഫൽ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. പാലക്കാട്ടെ ആർഎസ്എസ് പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ പ്രതിയായ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ കീഴടങ്ങി. 9-ാം പ്രതി വണ്ടൂർ സ്വദേശി ഇബ്രാഹിം മൗലവിയാണ് കോടതിയിൽ കീഴടങ്ങിയത്. കൊലപാതകത്തിന് ശേഷം ഒളിവിലായിരുന്നു ഇയാളെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.